അപ്പോൾ ഇന്നത്തെ പരിപാടി വാർപ്പിൻ്റെ മുകളിൽ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് നനയ്ക്കാൻ പറ്റാതെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. ഗപ്പീസ് ഉണ്ട് കുറച്ച്. അപ്പോൾ അവരൊക്കെ ഒന്ന് ക്ലീനാക്കി മാറ്റി ടെറസൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയിൽ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതേ കിടന്ന് വികൃതി കാട്ടുന്നവനില്ലേ, അവനാണ് ഞങ്ങളെ പിക്കാച്ചു. പിക്കാച്ചുവിനെ ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 2-3 മാസമായി. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫേവറേറ്റായി മാറിയിട്ടുമുണ്ട്. ഇവൻ അടിപൊളിയാണ്, ആൾ സൂപ്പറാണ്. ഈ ഗപ്പീസൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഇങ്ങനെ മേടിക്കുന്നതാണ്. ഒരുപാടൊന്നുമില്ല, കുറച്ച്. പക്ഷേ ഇവരെ കാണുന്നത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. വിഷ്ണുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ആൾ ഇങ്ങനെ കൂടുതൽ എല്ലാ കാര്യവും എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ഈ ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അതിൽ ഹാപ്പി ആവുന്ന ഒരാളാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ അത്ഭുതം തോന്നാറുണ്ട്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ എത്രത്തോളമാണ് ഹാപ്പി ആക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പകുതി സമയം ഒരുപക്ഷെ നമ്മൾ ഇവിടെ ആവും. ഒരു എക്സ്പെൻസും ഇല്ലാതെ തന്നെ നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന കുറേ നിമിഷങ്ങൾ അല്ലേ? എത്ര അടിപൊളിയാണത്. പിന്നെ ഇതായി ഞങ്ങൾ പിക്കാച്ചു. അവൻ്റെ ഫ്രീഡം എൻജോയ് ചെയ്ത് അവൻ്റെ ഹാപ്പിനെസ് അവൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിങ്ങനെ നടക്കുന്നു. ഇവനെ ഞങ്ങൾ ഈ പറയുന്ന പോലെ ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിട്ടിയതാണ്. അവൻ പല പൂച്ചകളും ഉപദ്രവിക്കുന്ന സമയത്ത് ഫുഡൊന്നും കിട്ടാതെ നടക്കാനൊന്നും പറ്റാതെ ആ ഒരു സിറ്റുവേഷനിലാണ് കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കൊടുത്ത് ഞങ്ങൾ കൂടെ ഒന്ന് ക്യാരി ചെയ്ത് പോയപ്പോൾ ആൾക്കൊരു നമ്മളോട് തോന്നുന്നൊരു വിശ്വാസമല്ലേ, ആ വിശ്വാസമാണ് ആൾക്ക് ഇപ്പോഴും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആൾ കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും. ഒപ്പം ഇങ്ങനെ നടക്കും ആൾ. കൂടെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവും കൂടിയാണ് കേട്ടോ. എൻജോയ് ചെയ്യുന്നുണ്ട്, ഞങ്ങളും അവനും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ സമയമൊക്കെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ വാർപ്പിൻ്റെ മുകളിലാണെങ്കിലും നല്ല ചൂടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ടൈമൊക്കെ നന്നായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇപ്പം താഴെ ചാണകപ്പൊടി ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അത് കൊടുന്നിട്ട് മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അടുത്ത ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ അപ്പക്കാള എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വർഷത്തോളമായി ആ ചാക്ക് അങ്ങനെ ഇരിക്കുന്നു. ചാണകപ്പൊടി അത് പകുതി മുക്കാലും മണ്ണായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് യൂസ്ഫുള്ളാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കവറിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ തണലത്ത് ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞ പണി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണത്. എന്നാൽ പിന്നെ പുള്ളിനിക്കറിൻ്റെ ബാക്ക് ഷോട്ടും കൂടി ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു.
കുറച്ച് നേരത്തെ ഒരു മൽപ്പിടുത്തത്തിന് ശേഷം മീനൊക്കെ ഒന്ന് സെറ്റായി വൃത്തിയാക്കി മാറ്റി. ആമ്പലിലെ കുറച്ച് ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. റൂഫൊക്കെ ഒന്ന് ക്ലിയറാക്കി അടിപൊളിയാക്കി. ചെടികളൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം ഇതപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ലുക്കിലാക്കിയിട്ടുണ്ട്. ഒന്നും ക്ലീനാക്കാൻ പറ്റാതെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, ഗ്രാറ്റിറ്റ്യൂഡ്.